ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഉടൻ തന്നെ അതിലെ വിക്ടിമിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടവർക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഭൂരിപക്ഷം നമ്മുടെ ജനതയ്ക്കും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് വലിയ അവഗാഹമില്ല. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ, ഞാൻ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഫസ്റ്റ് എയ്ഡിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു എല്ല് പൊട്ടി എന്ന് തോന്നാവുന്ന ഒരാളെ ഒരു മരത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഒരു പ്ലേറ്റിൽ കിടത്തിയിട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അയാൾക്ക് അപകടങ്ങൾ വരിക ചെയ്യുക. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കൂടുതൽ പൊട്ടലുണ്ടാവാം. അതേപോലെ റിബ് പൊട്ടിക്കഴിഞ്ഞാൽ ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പിന്നീട് ഒരിക്കൽ പറയാം. അത് നമ്മളെ ലോ ഓഫ് ലാൻഡാണ്. അതായത് നമ്മളെ ജീവകാരുണ്യം ഇതാണത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പോലീസിൽ ഇൻഫോം ചെയ്യണം. GD എൻട്രി നടത്താം. അതിപ്പോൾ ഓൺലൈൻ സംവിധാനമായിട്ടുണ്ട്. പിന്നെ FIR ഇടുന്നതൊക്കെ പോലീസിൻ്റെ ഭാഗമായിട്ട് നിർവഹിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മുടെ ഈ വാഹനം പോലീസ് പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഫിസിക്കലായിട്ട് ഹാജരാക്കേണ്ടതുണ്ട്. എല്ലാ ഡോക്യുമെൻസും അവർക്ക് നൽകേണ്ടതുണ്ട്. ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പിന്നീട് പോലീസ് ഈ വാഹനം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അത് ഡെത്ത് നടന്നെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും, അല്ല പരിക്കുകളേ ഉള്ളൂ എങ്കിൽ അസിസ്റ്റൻറ്റ് വെഹിക്കിൾ ഇൻസ്പെക്ടറുമാണ് ഇപ്പോൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ ഐറാഡ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിലൂടെയാണ് പോലീസ് അവർക്ക് വിവരം കൈമാറുന്നത്. അപ്പോൾ കൈമാറി കിട്ടിക്കഴിഞ്ഞാൽ അവരുടൻ തന്നെ അതത് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും വാഹനം മെക്കാനിക്കൽ ഡിഫക്റ്റ് കൊണ്ടാണോ അല്ലെ എങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്നും അവർ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ വണ്ടി റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനൊരു സാധാരണക്കാരനായ ഒരാളാണെങ്കിൽ പോലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനെ സമീപിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരവനെ വെഹിക്കിളിൻ്റെ മാസ്റ്ററൊക്കെ തയ്യാറാക്കി അതിലെ വിക്ടിംസിനെ ഒക്കെ മൊഴിയെടുത്ത് ആശുപത്രിയിൽ പോയി മൊഴിയെടുക്കും. അങ്ങനെ പോലീസിന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. കാരണം നിയമം ഇത് കോടതിയിലെത്തുന്ന കേസാണ്. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കുന്നതിൻ്റെ ഇടവേളയിൽ തന്നെ ഈ ഐറാഡിലൂടെ പോലീസ് റിക്വസ്റ്റ് അത് RTOസിലേക്ക് അയക്കുകയും അവിടെ നിന്ന് അത് വെഹിക്കിൾ ഇൻസ്പെക്ടർ നോക്കിയതിന് ശേഷം ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി തിരിച്ച്